തൃശൂർ ചേലക്കരയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. അൻവറിന്റെ ഭവന വാഗ്ദാനം വിശ്വസിച്ച് വീടുകൾ പൊളിച്ചവരും നിർമ്മാണം തുടങ്ങിയവരുമായ പാവങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങേണ്ട ഗതികേടിലാണ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് അൻവർ വീട് നൽകാമെന്ന് വാക്ക് നൽകിയത്. വേഗം നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുമെന്ന ഉറപ്പിന്മേൽ ഇവർ താമസിച്ചിരുന്ന പഴയ വീടുകളൊക്കെ പൊളിച്ചു മാറ്റിയിരുന്നു. പക്ഷേ ചേലക്കര ഫലപ്രഖ്യാപനത്തിനു ശേഷം അൻവറിനെ പിന്നെ ആ വഴി കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. സമയത്ത് കരയും എൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയിട്ട് പോയില്ലേ എന്നുള്ളൊരു ഇത് കണ്ടിട്ട് അനുവൃത്തിക്ക് ഇത് പൂർത്തിയാക്കി തരാൻ കഴിഞ്ഞ ദൈവം അയാള് അത്രയും പറയുന്നു. ഒരു ഫസ്റ്റിൽ തന്നെ വന്ന് കണ്ട് 10-15 ആള് വന്ന് കണ്ടിട്ടാണ് വീട് ഞങ്ങൾ പൊളിച്ചിട്ട് വേഗം കയറ്റി തരാം, ഞങ്ങൾ മാറണം പറഞ്ഞിട്ട് ഞങ്ങളെ പിടിച്ചിറക്കിയ പോലെ കാട്ടിയതാണ്. അല്ല, അവര് ഇങ്ങോട്ട് വന്നതാണ് പാർട്ടിക്കാർ സഹായിക്കാ പറഞ്ഞിട്ട്. എന്താന്ന് അറിയില്ല, അത് പകുതി വഴിയിലായി. സ്വസ്ഥമായി അന്തിയുറങ്ങാൻ ഒരു കിടപ്പാടം. പണമില്ലാത്തതിനാൽ അങ്ങനെയൊരു സ്വപ്നം പോലും കാണാൻ പേടിച്ചു കഴിഞ്ഞിരുന്ന പാവങ്ങൾ. പോയ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സഹായ വാഗ്ദാനവുമായി എത്തിയ മുൻ MLA അവർ കണ്ണുമടച്ച് വിശ്വസിച്ചു. ആ വാക്കുകേട്ട് ചോരുന്നതായാലും ഉണ്ടായിരുന്ന കൊച്ചുകൂരകൾ പൊളിച്ചു. പക്ഷേ വെറുതെ വീടെന്ന പ്രതീക്ഷ നൽകുകയായിരുന്നു PV അൻവർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ തമിഴ്നാട്ടിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ സഹായത്തോടെ 1000 വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നാണ് അൻവർ പ്രഖ്യാപിച്ചത്. അൻവർ DMK ബന്ധം സ്വപ്നം കാണുന്ന കാലമായിരുന്നു അത്. മണ്ഡലത്തിലുടനീളം ഓഫീസുകൾ തുറന്ന് അപേക്ഷകൾ സ്വീകരിച്ചു. ഇത് പഴയന്നൂർ പൊറ്റ സ്വദേശികളായ പ്രമോദും കുടുംബവും. അൻവറിന്റെ വാഗ്ദാനം വിശ്വസിച്ച് ജീവിതം അവതാളത്തിലായവർ. താമസിച്ചിരുന്ന ഷെഡ് പൊളിച്ചു. ഇപ്പോൾ ഈ മഴക്കാലത്ത് താമസം പ്ലാസ്റ്റിക് കൂരയിൽ. ഹലോ, അൻവർക്കല്ലേ? ഇതിവിടെ പായന്നൂർ പഞ്ചായത്തിന് കരിമ്പഞ്ചേരിന്നൊരു വീട് പണി തുടങ്ങി വെച്ചിട്ട് പോയതാണ്. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് ഒരു സുരക്ഷിതയില്ലാത്ത സ്ഥലത്താണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വീട് വെച്ച് തരുമോ? ഇരിക്കുന്ന വീട് അവർ പൊളിച്ചു. പിന്നെ വിളിക്കുമ്പോൾ പറയും ഇക്ക സ്ഥലത്തില്ല. അൻവറിന്റെ ആളുകൾ ഒരുപാട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ വിളിക്കും, ഞങ്ങൾ വെറുതെ ശല്യപ്പെടുത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ 100 കാര്യങ്ങളുണ്ട്. 2 ദിവസത്തിന്റെ ഉള്ളിൽ വിളിക്കാൻ പറയും. പിന്നെ അവർ വിളിക്കില്ല. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പിന്നെ മാറി വേറെ നമ്പറിന് വിളിച്ചാൽ ചിലപ്പോൾ എടുക്കും. പിന്നെ വീണ്ടും അതെന്ന് വിളിച്ചാൽ വീണ്ടും എടുക്കില്ല. 2 പെൺകുട്ടികളെയും കൊണ്ട് കിടക്കുന്ന വീടാണത്. എന്തെങ്കിലും ഇതിനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ വേണം. ഇനി ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ സ്വദേശി അബ്ദുൾ സലാമിനെയും കുടുംബത്തെയും കാണുക. അവർക്കും ചെറുതെങ്കിലും വാസയോഗ്യമായ ഒരു വീടുണ്ടായിരുന്നു, അതും പൊളിച്ചു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തറ കെട്ടിയിട്ട ശേഷം പോയ അൻവറിന്റെ ആളുകൾ പിന്നീട് വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത്. ഒരു ലോഡ് മണലും സിമന്റും കട്ടയും മെറ്റലും ഇറക്കിപ്പോയി. പിന്നെ ഇതുവഴി കണ്ടിട്ടില്ല. പണ്ടിട്ടിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അൻവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ കയറ്റിത്തരാം, നിങ്ങൾ പേടിക്കണ്ട, 4 മാസത്തിന്റെ ഉള്ളിൽ കയറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങളിൽ കയറ്റാനുള്ള ഒരു ഇതുമില്ല. ആളാണെങ്കിൽ വർത്താനം പറഞ്ഞാൽ
ഒരു വർത്താനം നേരെ പറയാൻ കഴിയില്ല, ചെവി കേൾക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നില്ല, ഇടങ്ങറായി തന്നെയാണ്. വാടക ഇപ്പോൾ ഈ മാസം കൊടുത്തിട്ടില്ല. തീർന്നില്ല. ഇത് പത്മാവതിയും മകനും പാമ്പൂരി സ്വദേശികൾ. സ്വന്തം സമ്പാദ്യം കൊണ്ടാണ് വീടുപണി തുടങ്ങിയത്. പണമില്ലാതെ പണി മുടങ്ങിക്കിടന്നപ്പോഴാണ് അൻവറും അന്നത്തെ DMK പ്രവർത്തകരും വാഗ്ദാനവുമായി വന്നത്. പഴയ തടി ഉരുപ്പടികളും മറ്റും എത്തിച്ച് ചില്ലറ പണികൾ കാട്ടിക്കൂട്ടി ഇതാ ഈ കോലത്തിലാക്കി. വാതിൽ പൊക്കത്തിൽ പണി നിലച്ച് മഴ കൊണ്ട് കിടക്കുന്നു അവരുടെ വീട്. കൊണ്ടൊന്ന് കയറ്റി കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കും ഇല്ല. അപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടുന്നത് ഒരു സന്തോഷമായിരുന്നു. പിന്നെ ഇപ്പോൾ അത് പകുതി വഴിയിലൊക്കെ ആയി. ആരെങ്കിലും വഴി, രാഷ്ട്രീയമായാലും ആളുകളായാലും ഈ വീടൊന്ന് പൂർത്തീകരിച്ച് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പോൾ അമ്മയാണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അമ്മയ്ക്ക് ഒരു കണ്ണ് കാണില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ആവുകയാണെങ്കിൽ അമ്മയ്ക്ക് അത്രയും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടൊരു ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കും. 2024 നവംബറിൽ നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വിപുലമായ സംവിധാനങ്ങളും വലിയ അനുയായി കൂട്ടവുമായി മണ്ഡലത്തിൽ ഉടനീളമെത്തി അൻവർ ഇவ்விധമെല്ലാം സ്വാധീനിച്ച മനുഷ്യർ അനവധി. ഉണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞ് താൽക്കാലിക കൂരയിലായവർ ഇനിയുമുണ്ട്. 9 മാസം പിന്നിട്ടു. ചേലക്കരയിലും നിലമ്പൂരിലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അൻവർ കേരള DMK വിട്ട് തൃണമൂലായി. വിശ്വസിച്ചവർ വഞ്ചിതരായി ഇക്കണ്ട നിലയിലും. PV അൻവർ എന്ന ധനികനായ രാഷ്ട്രീയക്കാരന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേറെയും മാർഗങ്ങളുണ്ടായിരുന്നു. കയറിക്കിടക്കാൻ ഒരു വീട് നൽകാമെന്ന അൻവറിന്റെ വാക്കു വിശ്വസിച്ച നിരവധി മനുഷ്യരാണ് ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച വീടുകളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ ഇനി ആര് സഹായിക്കുമെന്നുള്ള ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ അത്രയും. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.